സമൂഹമാധ്യമങ്ങളിൽ വലിയ അലയൊലികൾ സൃഷ്ടിച്ച വ്യക്തിയാണ് രേണുസുധി. മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ മരണത്തിന് പിന്നാലെയാണ് രേണുസുധി സമൂഹമാധ്യമങ്ങളിൽ സജീവമാകാൻ തുടങ്ങിയത്. റീൽസ് വീഡിയോകളിലൂടെയും മ്യൂസിക് ആൽബങ്ങളിലൂടെയും ഫോട്ടോഷൂട്ടുകളിലൂടെയും സമൂഹമാധ്യമങ്ങളിൽ തിളങ്ങിയ രേണുവിന് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും നേരിടേണ്ടി വന്നു. ബിഗ് ബോസ് വീട്ടിലേക്ക് സധൈര്യം കടന്നുചെല്ലാൻ കഴിയുന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് രേണുസുധി. പൊതുവെ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്താൻ സെലിബ്രിറ്റികൾ പേടിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇമേജ് നെഗറ്റീവ് ആകുമോ, സൈബർ ആക്രമണങ്ങളെ നേരിടേണ്ടി വരുമോ എന്നതൊക്കെയാണ്. എന്നാൽ രേണുവിനെ സംബന്ധിച്ച് അത്തരം പേടികൾക്ക് പ്രസക്തിയില്ല. കാരണം രേണുസുധി എന്ന പേര് സൈബർ ഇടത്തിൽ ഉയർന്നു തുടങ്ങിയ നാളുകളോളം പഴക്കമുണ്ട്. രേണു ഏറ്റുവാങ്ങിയ സൈബർ ആക്രമണങ്ങൾക്കും നെഗറ്റീവ് കമന്റുകളോ ബോഡി ഷെയ്മിങ്ങോ സൈബർ അറ്റാക്കുകളോ ഒന്നും രേണുവിന് പുത്തരിയല്ല. അതിനാൽ ഇതിലുമേറെ ഇനി എന്തു സംഭവിക്കാൻ എന്ന മനസ്സുറപ്പോടെ തന്നെ രേണുവിന് ബിഗ് ബോസിലേക്ക് കാലെടുത്തു വെക്കാം. കിട്ടാനുള്ളതെല്ലാം ബോണസ് എന്ന മനസ്സുറപ്പോടെ ബിഗ് ബോസ് ഷോയെ നോക്കിക്കാണാനും സാധിക്കും. ബിഗ് ബോസിൽ രേണു എത്രനാൾ നിലനിൽക്കുമെന്നതോ രേണു വിജയി ആവുമോ എന്നതൊന്നും ഇവിടെ പ്രസക്തമല്ല. പക്ഷേ രേണുവിന് സ്ക്രീൻ പ്രസൻസ് ധാരാളം ലഭിക്കാനുള്ള സാധ്യതകൾ ബിഗ് ബോസ് വീട്ടിലുണ്ടാവും. പലതരം ഗെയിം സ്ട്രാറ്റജികളുമായി ബിഗ് ബോസ് വീട്ടിലെത്തുന്നവർ രേണുവിൻ്റെ സാന്നിധ്യത്തെ നിസ്സാരമായി കാണില്ല. ചിലർ രേണുവിനെ ചേർത്തു നിർത്താൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ രേണു ഒരു പൊട്ടൻഷ്യൽ ത്രെട്ടായി നോക്കിക്കാണുമെന്നത് ഉറപ്പാണ്. അതുമാത്രമല്ല, ഇതുവരെ ആളുകൾ കണ്ട രേണുസുധി എന്ന ഐഡന്റിറ്റി സോഷ്യൽ മീഡിയ നിർമ്മിതമാണ്. യഥാർത്ഥ രേണുസുധി എന്താണെന്ന് പ്രേക്ഷകർ കാണാനിരിക്കുന്നതേയുള്ളൂ. സോഷ്യൽ മീഡിയ ബുള്ളിംഗ് ചെയ്യുന്നവർ മാത്രമല്ല, അതിലുമപ്പുറം വിശാലമായൊരു പ്രേക്ഷക സമൂഹം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയ്ക്കുണ്ട്. അതിൽ വീട്ടമ്മമാരും സീരിയൽ പ്രേക്ഷകരും സാധാരണക്കാരായ ജനങ്ങളുമുണ്ട്. അവർക്ക് മുന്നിലേക്ക് രേണു എത്താൻ പോവുകയാണ് സോഷ്യൽ മീഡിയ വൈറൽ താരമായിട്ട്. കൊല്ലം സുധിയുടെ വിധവ എന്ന മേൽവിലാസം കൂടി ചേർത്ത് വെച്ചിട്ടാണ്. ഭർത്താവിൻ്റെ മരണശേഷം കുടുംബം നോക്കാനായി അഭിനയത്തിലേക്ക് ഇറങ്ങിയ, അതിൻ്റെ പേരിൽ നിരന്തരം വേട്ടയാടപ്പെട്ടൊരു സ്ത്രീ എന്ന രീതിയിൽ ഒരു വലിയ വിഭാഗം പ്രേക്ഷകരുടെ സഹാനുഭൂതിയും രേണുവിനെ തേടിയെത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിനെ ഏറ്റവും ബുദ്ധിപൂർവ്വം രേണുവിന് ഉപയോഗിക്കാൻ സാധിച്ചാൽ ചിലപ്പോൾ അത് രേണുവിൻ്റെ മുന്നോട്ടുള്ള യാത്രയെ തന്നെ സുഗമമാക്കാൻ സഹായിച്ചേക്കാം. സ്വന്തം വ്യക്തിത്വത്തിൽ ഉറച്ചുനിന്ന് ബുദ്ധിപൂർവ്വം ഗെയിം കളിച്ചാൽ തനിക്ക് നേരെ ഇത്രകാലം ഉയർന്ന എല്ലാ വിമർശനങ്ങളെയും രേണുവിന് തുടച്ചു മായ്ച്ചു കളയാൻ സാധിക്കും എന്നതാണ് പ്രധാന സാധ്യതകളിൽ ഒന്ന്.